അസോസിയേഷൻ മുഖാന്തരം എല്ലാ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവരെല്ലാവരെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിലെ നിങ്ങൾ എല്ലാവരുടെ സഹായം സഹകരണം ഉണ്ടാവണം എന്നാണ് ആമുഖത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രസന്റേഷൻസ് എന്തായാലും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ കാര്യത്തിലും ഞാൻ പ്രസന്റേഷനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബാക്കി ഇതെല്ലാം താങ്കൾക്ക് വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പോ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് പോകാം. എന്യൂമറേഷന്റെ കാര്യമാണ് ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. സോ അതിനെ കുറിച്ച് പറയാം. ഇതാണ് എന്യൂമറേഷൻ ഫോമിന്റെ ഒരു സാമ്പിള്. സോ എന്യൂമറേഷൻ ഫോം എല്ലാ നിലവിലുള്ള വോട്ടർമാർക്ക് ലഭ്യമാവും. അതായത് 2025 27 ഒക്ടോബർ വരെയുള്ള 2.78 കോടി ആൾക്കാർക്ക് എല്ലാവർക്കും ഈ എന്യൂമറേഷൻ ഫോം പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. BLO എല്ലാ വീട്ടിലേക്ക് വന്നിട്ട് ഈ കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും. സോ നിലവിലുള്ള വോട്ടേഴ്സിന്റെ വിലാസം എന്താണ്, ബൂത്ത് എന്താണ്, അതനുസരിച്ചിട്ട് ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എല്ലാ എലക്ടേഴ്സിനെ കണ്ടിട്ട് ഈ ഒരു എന്യൂമറേഷൻ ഫോം കൊടുക്കും. പിന്നെ ഒരു അക്നോളജ്മെന്റ് അവർ വാങ്ങിക്കൊണ്ട് പോകും. ജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിലാണ് നിങ്ങളുടെ സഹായം വേണ്ടി വരുന്നത്. ബൈ ചാൻസ് ആർക്കെങ്കിലും ഇത് ഫില്ല് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവരെ സഹായിക്കണം. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ഫിൽ ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് അത് പ്രൊവിഷൻ കൂടി ഉണ്ട്. സോ ഈ 2 പ്രൊവിഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പൊ 4-ാം തീയതി നവംബർ മുതലായിരിക്കും ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഉദ്ദേശം നമ്മുടെ എല്ലാ അസോസിയേഷൻസ് മുഖാന്തരം നമുക്കൊരു ലിസ്റ്റ് കിട്ടുവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തന്നെ ഈ ഫോം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നിലവിലെ നമ്മുടെ അസോസിയേഷനിലെ കുറെ വോട്ടേഴ്സ് ഉണ്ടല്ലോ, ഈ വോട്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ശേഖരിക്കണം. പിന്നെ ഏത് ജില്ലയിലാണ് ഉള്ളത് ആ ജില്ല വൈസ് ആ എപ്പിക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തരുവാണെങ്കിൽ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ അതത് ജില്ലാ കളക്ടർമാരോട് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാരവാഹികൾ എല്ലാ ജില്ലാ അടിസ്ഥാനത്തിലുണ്ട്. പിന്നെ നമ്മുടെ കോളേജിലുള്ള കുട്ടികളെ കൂടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്. സോ ഈ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാം. ഒരു 5 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോം ആണ്. ഇത് ഫിൽ ചെയ്യാൻ 5 മിനിറ്റേ വേണ്ടതുള്ളൂ. നേരത്തെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കയ്യിൽ വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് BLO ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഫിൽ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാം. 2ാമത്തെ പ്രാവശ്യം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. സോ നമുക്ക് എല്ലാ പേഴ്സൺസ് ഡിസേബിലിറ്റീസിന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിന് നിങ്ങൾ സഹായിക്കണം. പിന്നെ 2ാമത്തെ ഷീറ്റ് എന്ന് പറയുന്നത് ഇത് എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ള ഒരു ഷീറ്റാണ്. ഇത് ഗ്രൂപ്പിലിടും. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളെ ഇത് അയച്ചു കൊടുക്കണം. അവരെല്ലാം ഇത് വായിച്ചിട്ട് റെഡി ആവുകയാണെങ്കിൽ ആ സമയത്ത് ഫോം കിട്ടുന്ന മുറയ്ക്ക് തന്നെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ട് BLO തിരിച്ചു പോകുന്ന മുൻപ് 2-3 മിനിറ്റേ ഉള്ളൂ ഇത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഈ ഒരു പ്രക്രിയ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവരുടെ ഫോം തിരിച്ചു കിട്ടും. പിന്നെ ആരെ നമ്മൾ ഉറവാക്കാനല്ല എക്സസൈസ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ ഇഷ്ടംപോലെ പ്രചരണം നിങ്ങൾ മീഡിയയിൽ കാണുന്നത് ഈ ആൾക്കാരെല്ലാം ഉറവാക്കാൻ വേണ്ടിയിട്ടാണ്. 2002 ലിസ്റ്റ് നമ്മൾ എടുത്തിട്ട് ആൾക്കാരെ ഉറവാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് പ്രചരണം നടക്കുന്നത്. പക്ഷേ ഇതിന്റെ റിയാലിറ്റി, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിലവിലുള്ള എല്ലാ വോട്ടർമാർക്കാണ് എന്യൂമറേഷൻ ഫോം കിട്ടാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാ എന്യൂമറേറ്റേഴ്സ് 2.78 കോടി ആൾക്കാർക്കാണ് ഈ എന്യൂമറേഷൻ ഫോം കിട്ടാൻ പോകുന്നത്. നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് നേരത്തെ തന്നെ കയ്യിൽ വെക്കുവാണെങ്കിൽ അത് നന്നായിരിക്കും. പിന്നെ നേരത്തെ 2002 ലിസ്റ്റിലെ ഉള്ള ആൾക്കാരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒരു ബന്ധുക്കളുടെ
ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റൊരാൾ ആരെങ്കിലും വേണമെങ്കിൽ ഇത് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെ വളരെ സുതാര്യമായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്രക്രിയയാണ്. പിന്നെ ഒരു പ്രാവശ്യം ഈ ഫോം ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് തരണ മുറയ്ക്ക് എല്ലാ ആൾക്കാരുടെ പേര് ഡ്രാഫ്റ്റ് റോളിൽ ഉണ്ടാവും. പിന്നെ അത് കണ്ടിട്ടായിരിക്കും വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും മുൻകൈ എടുക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഈ ഫോമിന്റെ കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് പ്രീ പ്രിന്റഡ് ഫോമാണ്. നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പ്രീ പ്രിന്റഡ് ആയിട്ടുള്ള 4 ബ്ലോക്സ് ആണ് നിലവിലുള്ള അവരുടെ ഡീറ്റെയിൽസ്. QR കോഡ് പുതിയതായിട്ട് ഉണ്ടാവും. പഴയ ഫോട്ടോ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഫോട്ടോ ആണ് അവിടെ വരാൻ പോകുന്നത്. പുതിയ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ BLO അത് ഫോട്ടോ എടുക്കും. വരുന്ന BLO ഒക്കെ അവർ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ അത് കൂട്ടിച്ചേർക്കാം. ഇവർക്ക് തന്നെ പൈസ മുടക്കിയിട്ട് ഒരു പുതിയ ഫോട്ടോ വേണമെന്നില്ല. BLO വരുന്ന മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇല്ല നിങ്ങൾ വേണമെങ്കിൽ ഇത് സഹായിക്കാം. ഈ ഫോട്ടോ എടുത്തിട്ട് BLO അയച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണമെങ്കിൽ. സോ അങ്ങനെയുള്ള ഒരു കോർഡിനേഷന് ഈ അസോസിയേഷന്റെ ധാരാവാഹികൾ ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് ആദ്യത്തെ ഒരു കോളം റോ. രണ്ടാമത്തെ 2 കോളംസ് ആണ് ഉള്ളത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ആധാർ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, ഓപ്ഷണൽ ആണ്. അങ്ങനെ മാതാപിതാവുടെ പേര് ഇല്ല ബന്ധുക്കളുടെ പേര് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ 2002 ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു ബന്ധു, അച്ഛൻ അമ്മ ഇല്ലെങ്കിലും തൊട്ടടുത്തുള്ള അവർക്ക് അറിയുന്ന ഒരു ബന്ധുവിടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ റിലേറ്റീവ് പേര് ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ ഇത് ഫോം നമുക്ക് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ അത് ഈസി ആയിരിക്കും. സോ ഇത് ബാക്കി ഫോംസ് ആണ് ഇതെല്ലാം. സോ ഇത്ര ആപ്ലിക്കേഷൻസ് നമുക്ക് ഇത് എനുമറേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് വേണ്ടി വന്നാൽ ഇത്ര ഡോക്യുമെന്റ്സ് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും. അതില് എനിക്ക് തോന്നുന്നു നമ്മുടെ ആൾക്കാർക്ക് ഈ ഡോക്യുമെന്റ്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2002 ലിസ്റ്റിലുള്ള ആൾക്കാരോട് നമ്മൾ മാപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ഡോക്യുമെന്റ് കൊടുക്കേണ്ട ആവശ്യം കൂടി വരത്തില്ല എന്നുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നത്. സോ ഈ കാര്യത്തിലെല്ലാം ഇപ്പൊ തന്നെ നമ്മൾ 4-ാം തീയതി മുതലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യമായിട്ട് പ്രയോറിറ്റി നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണം. കൊടുത്ത ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതെല്ലാം ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് കൂടി കൊടുക്കാൻ സാധിക്കും. സോ ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ പ്രസന്റേഷൻ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടാം. സോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമുക്ക് എല്ലാ ജില്ലയിലും നമ്മുടെ ജില്ലാ കളക്ടർമാരോട് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രയോറിറ്റി കൊടുക്കണമെന്ന് അവരോട് കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നെ നേരത്തെ തന്നെ നമ്മുടെ ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടുവാണെങ്കിൽ പ്രയോറിറ്റി നമ്മൾ ആദ്യ 2 ദിവസം നവംബർ 4-5 കൂടി തന്നെ ഇവരെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഞാനിവിടെ നിർത്തുന്നു. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ ചെയ്യാം. ഒരു 10 മിനിറ്റ് ചർച്ച ചെയ്തിട്ട് എങ്ങനെ ഇത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നത് ആലോചിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം.